ആ സഹീഹുൽ ബുഖാരിയിൽ അസറിന്റെ ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസുണ്ട്. അതേപോലെ സുബ്ഹിന്റെ ശേഷവും സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസുണ്ട്. എന്നാൽ ഇമാം ബുഖാരി തങ്ങൾ തന്നെ അതിന്റെ ശേഷം അൽ ഫായിത അഥവാ നഷ്ടപ്പെട്ടു പോയ നിസ്കാരം അസറിന്റെ ശേഷവും സുബ്ഹിന്റെ ശേഷവും നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഖളാ ആയി പോയതാണെങ്കിലും ഇനി സുബ്ഹിന്റെ സുന്നത്ത് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ജമാഅത്ത് നടക്കുകയാണ്. നമ്മൾ ജമാഅത്തിൽ പങ്കെടുത്താൽ സുബ്ഹിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന് ശേഷം നമുക്ക് നിർവഹിക്കുന്നതിന് കുഴപ്പം ഇല്ല. ഇതേപോലെ അസറിന്റെ ശേഷം നമ്മൾ പള്ളിയിലേക്ക് കയറി വന്നു. നമ്മൾ അസറിന്റെ ശേഷം കയറി വന്നൽപ്പം ഖുർആൻ ഓതാമെന്ന നിലക്ക് കയറി വന്നതാണ്. അസർ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ പള്ളിയിൽ കയറിയ വകയിൽ ഒരു 2 റക്അത്ത് നിസ്കാരമുണ്ടല്ലോ, അതിന്റെ പേരാണ് തഹിയ്യത്ത് നിസ്കാരം. അത് അസറിന്റെ ശേഷമായതുകൊണ്ട് നമുക്ക് നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ആ നിസ്കാരത്തിന് നിമിത്തമായ വിഷയം പള്ളിയിൽ പ്രവേശിക്കുക എന്നതാണ്. പ്രവേശിച്ചതിന് ശേഷമുള്ള നിസ്കാരമാണ്, അതിന് കുഴപ്പം ഇല്ല. കാരണമുള്ള നിസ്കാരമാണ്, കാരണം മുന്തിയതുമാണ്. മുന്തിയത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് മുമ്പ് പ്രവേശനം നടന്നിട്ടുണ്ട്. പള്ളിയിൽ പ്രവേശിച്ച വകയിലാണ് നിസ്കാരം. പ്രവേശനം ആദ്യം കഴിഞ്ഞു, ശേഷം നിസ്കരിക്കുകയാണ്. നിമിത്തം കാരണം ആദ്യം വന്നതാണ് എന്നർത്ഥം. എന്നാൽ ചിലപ്പോൾ കാരണം പിന്തി വരുന്ന ചില സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഉദാഹരണത്തിന് യാത്ര പോകുന്ന സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ ഇസ്ലാമിൽ ഉണ്ട്. യാത്ര ഇറങ്ങുന്ന സമയത്ത് 2 റക്അത്ത് നിസ്കാരം. ആ നിസ്കാരം യാത്രയുടെ കാരണം കൊണ്ടാണെങ്കിലും യാത്ര ശേഷവും നിസ്കാരം ആദ്യവുമാണ്. നിസ്കരിച്ചിട്ട് യാത്ര ഇറങ്ങുകയാണ്. അങ്ങനെയുള്ള നിസ്കാരം അസറിന്റെ ശേഷം പാടില്ല, സുബ്ഹിക്ക് ശേഷവും പാടില്ല. സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ രാവിലെ സുബ്ഹിക്ക് ശേഷം പാടില്ല. സൂര്യൻ അസ്തമിക്കുന്നത് വരെ അസറിന്റെ ശേഷം പാടില്ല. നമ്മളെ വീട്ടിൽ നിന്ന് സുബ്ഹിന്റെ ശേഷം യാത്ര ഇറങ്ങുമ്പോ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും സൂര്യൻ ഉദിച്ചുയരുന്നതിന് മുമ്പാണ് ഇറങ്ങുന്നതെങ്കിൽ യാത്രയുടെ സുന്നത്ത് നിസ്കാരം അപ്പോൾ നിർവഹിക്കാൻ പാടില്ല. കാരണം യാത്ര ശേഷവും സുന്നത്ത് നിസ്കാരം ആദ്യവുമാണ്. ഇത് കാരണം പിന്തിയതാണ്, അഥവാ നിമിത്തം പിന്തിയതാണ്, നിമിത്തം മുന്തിയതല്ല. ഇനി വേറൊരു ഉദാഹരണം പറയാം. വുളു എടുത്തു കഴിഞ്ഞാൽ ആ വകയിൽ ആ വുളുവിന്റെ അവയവങ്ങൾ ആറിപ്പോകുന്നതിന് മുമ്പ്, ഉണങ്ങിപ്പോകുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കൽ പ്രത്യേകം പുണ്യമുണ്ട്. അവിടെ വുളുവെടുത്തതിന് ശേഷമാണ് നിസ്കാരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അസറിന്റെ ശേഷമോ സുബ്ഹിന്റെ ശേഷമോ ആണെങ്കിലും വുളുവെടുത്ത് കയറി വന്ന ഉടനെ വുളുവിന്റെ സുന്നത്ത് എന്ന നിലക്ക് ആ നിസ്കാരം നിർവഹിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം അതിന്റെ നിമിത്തം ആദ്യമാണ്, നിസ്കാരം ശേഷമാണ്. എന്നാൽ ഒരാൾ ഇഹ്റാം ചെയ്യുന്ന സമയത്ത്, ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ഇഹ്റാമിന്റെ പേരിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ഇഹ്റാം നിസ്കാരത്തിന്റെ ശേഷമാണ്, നിസ്കാരം ആദ്യമാണ്. അതുകൊണ്ട് തന്നെ അസറിന്റെ ശേഷമോ സുബ്ഹിന്റെ ശേഷമോ ആണെങ്കിൽ ആ സമയത്ത് ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. മറിച്ച് സുന്നത്ത് നിസ്കരിക്കാതെ ഇഹ്റാം ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ സുന്നത്ത് നിസ്കാരം സ്വാഭാവികമായും കാരണമില്ലാത്ത, അതേപോലെ മുന്തിയ കാരണമില്ലാത്ത, അതേപോലെ ഫായിത്ത് ഖളാ അല്ലാത്ത നിസ്കാരം, അതുപോലെയുള്ള നിസ്കാരം സാധാരണ വെറും ഒരു സുന്നത്ത് നിസ്കാരം എന്ന നിലക്ക് നിസ്കരിക്കുമ്പോഴും കാരണം പിന്നീട് വരുന്ന നിമിത്തമാണെങ്കിൽ അത്തരം നിസ്കാരങ്ങളും സുബ്ഹിന്റെയും അസറിന്റെയും ശേഷം നിസ്കരിക്കാൻ പാടില്ല എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ടിന ഹദീസ് 2 വിധത്തിലുള്ള ഹദീസുകളും ഉദ്ധരിച്ച് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ശരിക്കും മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറിന്റെ ശേഷം സുന്നത്ത് നിസ്കരിച്ചിരുന്നു.
എന്ന് ഹദീസിൽ ഉണ്ട്. നബിതങ്ങൾ നിസ്കരിച്ചു എന്ന് മാത്രമല്ല, എപ്പോഴും നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് തന്നെ സഹീഹുൽ ബുഖാരിയിൽ ഹദീസിൽ നമുക്ക് കാണാം. വാസ്തവത്തിൽ അങ്ങനെ നിസ്കരിക്കരുത് എന്ന് നബിതങ്ങൾ നമ്മളോട് വിരോധിച്ചതും അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റിന്റെ ശേഷം സ്ഥിരമായി സുന്നത്ത് നിസ്കാരം നിർവഹിക്കുകയും ചെയ്തിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും മറ്റും പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ ളുഹ്ർ നിസ്കാരത്തിനോട് കൂടിയുള്ള ഒരു സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയതിനാൽ അത് അസ്റിന്റെ ശേഷം നിസ്കരിച്ചതായിരുന്നു എന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ചില മഹദികൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങൾ എപ്പോഴും അസ്റിന്റെ ശേഷം സുന്നത്ത് നിസ്കരിച്ചിരുന്നു എന്നർത്ഥം വരുന്ന ഹദീസ് തന്നെ പറഞ്ഞതായി സഹീഹുൽ ബുഖാരിയിൽ കാണാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു നൽകുന്ന വിശദീകരണം അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. നമുക്ക് അസറിന്റെ ശേഷം അങ്ങനെ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നതാണ്. അതിന് വേറൊരു ഉദാഹരണം ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവിടെ ഉദ്ധരിക്കുന്നു. നമുക്ക് ഒരു നോമ്പെടുത്താൽ മഗ്രിബാകുന്നതോടുകൂടെ നോമ്പ് മുറിക്കണം, നോമ്പ് തുറക്കണം. അതല്ലാതെ തുടർച്ചയായി നോമ്പ് അങ്ങനെ നോമ്പ് മുറിക്കാതെ നോമ്പ് തുറക്കാതെ തുടർച്ചയായി 1, 2, 3 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുന്നതിന് വിസാല് എന്ന് പറയും. അങ്ങനെയുള്ള നോമ്പ് എടുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും നോമ്പ് മുറിക്കുന്ന സമയമാകുമ്പോൾ നോമ്പ് മുറിക്കുകയാണ് വേണ്ടത്. തുടരെ ഒന്നും കഴിക്കാതെ നോമ്പെടുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. എന്നാൽ മഹാന്മാരായ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർച്ചയായി നോമ്പ് മുറിക്കാതെ തുടർച്ചയായി നോമ്പെടുക്കുന്നത് സഹാബികൾ കാണാറുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ സഹാബികൾ ചോദിച്ചു, ഓ നബിയെ, ഒന്നായി നോമ്പെടുക്കരുത് എന്ന് അവിടുന്ന് പറയുന്നു. ഇന്നക തുവാസിലു, തങ്ങൾ വിസാല് ചെയ്യുന്നുണ്ടല്ലോ, തുടർച്ചയായി നോമ്പെടുക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ആ മറുപടി എന്താണ്? ഇന്നി ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല. ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, സഹീഹുൽ ബുഖാരിയിലെ മറ്റൊരു റിപ്പോർട്ടിൽ അങ്ങനെയാണ്. ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. വേറൊരു റിപ്പോർട്ടിൽ ഇന്നി ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളുടെ രൂപഭാവത്തിൽ അല്ല. ആ ഹദീസിന്റെ ശേഷം ചില റിപ്പോർട്ടുകളിൽ ഇങ്ങനെ കാണാം, യുത്ഇമുനി റബ്ബി വയസ്ഖീനി, നിങ്ങളറിയാതെ നിങ്ങൾ കാണാതെ എന്റെ റബ്ബെനിക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, എന്റെ റബ്ബെനിക്ക് പാനീയം നൽകുന്നുണ്ട്, നിങ്ങളും ഞാനും ഒരുപോലെയല്ല എന്ന് പറഞ്ഞതായി ആ ഹദീസിൽ നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ചെയ്താൽ ആ കാര്യത്തെ സംബന്ധിച്ച് വളരെ വിലയിരുത്തേണ്ടതുണ്ട്. ആരാണ് വിലയിരുത്തേണ്ടത്? ഞാനല്ല, നിങ്ങളല്ല. അത് വിലയിരുത്താൻ കഴിയുന്ന ഇമാമിങ്ങൾ, അവർ അത് വിലയിരുത്തി എല്ലാ ഭാഗവും പഠിച്ച് അവര് പറഞ്ഞു തരും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്, നിങ്ങൾക്കത് പറ്റൂല. നമുക്ക് എത്ര വിവാഹം കഴിക്കാൻ പറ്റും? എത്ര വിവാഹം കഴിക്കാൻ പറ്റും? നമുക്ക് നല്ല ചോദ്യല്ലേ? എത്ര പറ്റും? നമുക്ക് എത്ര വിവാഹം കഴിക്കാൻ പറ്റും? 4. നല്ല കോളായി. ഒരൊറ്റ 1. 4 വിവാഹം കഴിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകാം. അതേസമയത്ത് എനിക്ക് 1-ലധികം പറ്റൂല, ഒരു വിവാഹത്തിലധികം എനിക്ക് പറ്റൂല. നിങ്ങളെ കൂട്ടത്തിൽ 99% പറ്റൂല, ഒരു വിവാഹത്തിലധികം പറ്റൂല. അതുകൊണ്ട് ആരും 1-ലധികം വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഇല്ല. അൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാഇ, നിങ്ങൾക്ക് അതേ 2, 3,
4 വരെ വിവാഹം കഴിക്കാം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനർത്ഥം എല്ലാവർക്കും 4 വിവാഹം കഴിക്കാം എന്നല്ല. മറിച്ച് അതിനുള്ള സാഹചര്യവും ആരോഗ്യവും അതിനുള്ള നീതിബോധവും അതേപോലെ എല്ലാ ഭാര്യമാരോടും ഒരേ രൂപത്തിൽ പെരുമാറാനും എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും ഒരേപോലെ വസ്ത്രം നൽകാനും ഒരേപോലെ കിടപ്പറ നൽകാനും ഒരേപോലെ ഭക്ഷണം കൊടുക്കാനും ഒരേപോലെ അവരുടെ വീട്ടിൽ ഹാജരാകാനും, ഒരു ദിവസം ഒരു ഭാര്യയുടെ സമീപത്ത് പോയാൽ പിറ്റേ ദിവസം മറ്റേ ഭാര്യയുടെ സമീപത്ത് പോകണം. ആ നിലക്ക് പരിപൂർണമായ നീതി പുലർത്താൻ സാധിക്കുന്നവരും അതിനാവശ്യമുള്ളവരും അതിന് സാഹചര്യം ഒത്തിണങ്ങുന്നവരും, അങ്ങനെ ഒരുപാട് നിബന്ധനകൾ ഒത്താൽ മാത്രമേ ഒന്നിലധികം വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും പറ്റുന്നത് ഒറ്റ വിവാഹമാണ്. ഒരു വിവാഹം തന്നെയും വാസ്തവത്തിൽ പറ്റാത്തവർ ഉണ്ടാകാം. അതിനാൽ എല്ലാവർക്കും 4 കെട്ടാം എന്നാരും വിചാരിക്കണ്ട. അത് പറ്റുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. ഏതായിരുന്നാലും 4 വിവാഹം കഴിക്കാം എന്ന് പറയുന്നതിന്റെ അർത്ഥം 4 കഴിക്കണം എന്നല്ല. ഫങ്കിഹു, നിങ്ങൾ അതെ ആ വിവാഹം കഴിച്ചോളൂ, 4 വരെ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ 4 കഴിക്കണം എന്നല്ല. നമ്മളൊരു പള്ളിന്റെ മുമ്പിൽ ഒരു ചട്ടി വെച്ചിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞാൽ പോന്നവരെല്ലാം ഇവിടെ തുപ്പിയിട്ടേ പോകാവൂ എന്നല്ല, ഇവിടെയേ തുപ്പാവൂ എന്നാണ് അതിന്റെ അർത്ഥം. വേറെ ഒരു സ്ഥലത്തും തുപ്പരുത്, മുറ്റത്തൊക്കെ തുപ്പി നാശാക്കരുത്, ഇവിടെ മാത്രമേ തുപ്പാവൂ എന്നാണ് ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഇവിടെ തുപ്പല് സുന്നത്താണെന്നോ ഇവിടെ തുപ്പാതെ ഒരാളും അപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ പാടില്ലെന്നോ ആ പറഞ്ഞതിന് അർത്ഥം ഇല്ല. അതുപോലെ 4 വരെ വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കുന്നുവെങ്കിൽ 4-ലധികം പാടില്ല, ഒരു നിലക്കും പാടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ സമയത്ത് 9 വിവാഹം കഴിച്ചതായി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖസായിസിൽപ്പെട്ടതാണ്. നബി തങ്ങൾക്ക് മാത്രമുള്ള നിയമമാണ്, നമുക്ക് ആ നിയമം ബാധകമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിവാഹം കഴിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. ഇസ്ലാമിന്റെ വിരോധികളും ഇസ്ലാമിന്റെ ശത്രുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അവർ പല തോന്നിവാസങ്ങളും വിവരക്കേടുകളും പറയാറുണ്ട്. അതവർക്ക് നബി തങ്ങളെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയില്ലേ, അവിടുന്ന് 25 വയസ്സുള്ള ചെറുപ്പക്കാരനായ സമയത്ത് 40 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് വിവാഹം കഴിച്ചത്. അതെന്തേ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹായവും സഹകരണവും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിനും വളർച്ചക്കും വളരെ അനിവാര്യമായിരുന്നു. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വലിയ സഹകരണമുള്ള സ്ത്രീയായിരുന്നു. എന്തിനധികം പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരെല്ലാം തോന്നിവാസികളും അതുപോലെ തെമ്മാടികളുമായി ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള യാതൊരു അനാശ്വാസ പ്രവണതകളിലേക്കും ഒരു തെറ്റുകളിലേക്കും ഒരു തോന്നിവാസത്തിലേക്കും പോകാതെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത പോലുമില്ലാതെ ഏറ്റവും നല്ല സംശുദ്ധമായ ജീവിതം നയിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ പ്രബോധന പ്രവർത്തന രംഗത്ത് വലിയ സഹായം ലഭിച്ച സ്ത്രീയാണ് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ വാചകം ഇന്ന് നമ്മൾ മക്കയിൽ പോയാൽ ജബലുൻ നൂർ എന്ന് പറയുന്ന ഒരു മല നമുക്ക് കാണാൻ സാധിക്കും. ആ ജബലുൻ നൂറിന്റെ മേലെയുള്ള ഗാർ ഹിറാ എന്ന് പറഞ്ഞ ഹിറാ ഗുഹയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്ത് ഓതിക്കൊടുത്തത്. എന്നാൽ സുഹൃത്തുക്കളെ, ആ ഗുഹയുടെ മേലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയത് എങ്ങനെയായിരുന്നു? അവിടെ മക്കയിലുള്ള ചെറുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ 40 വയസ്സുള്ളവരൊക്കെ അങ്ങനെ ഗുഹയിൽ പോയി ഇരിക്കലായിരുന്നു പതിവ്? ഒരിക്കലും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു തെറ്റും ചെയ്യാത്തവരും ഒരബദ്ധവും സംഭവിക്കാത്തവരും ഒരു പിഴവും പറ്റാത്തവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പ്രത്യേകം സെലക്ട് ചെയ്തെടുക്കുകയും അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന് ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും ഹൃദയത്തിൽ തോന്നിപ്പിച്ചു കൊടുത്ത് ലോകത്ത് ആർക്കും ഒരു ന്യൂനത പറയാൻ കഴിയാത്ത വിധം 40 വർഷം ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുത്ത തുല്യതയില്ലാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയാൻ വേണ്ടി അല്ലാഹു പറഞ്ഞില്ലേ, ഓ നബിയെ തങ്ങൾ പറയൂ, അതേ ഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി ലഅല്ലകും തഅഖിലൂൻ. ഞാൻ നിങ്ങളിൽ ഈ ഖുർആൻ കൊണ്ടുവന്ന് ഓതിത്തരുന്നതിന് മുമ്പ് ഞാൻ 40 കൊല്ലത്തോളം നിങ്ങളെ കൂട്ടത്തിൽ ജീവിച്ചിട്ടില്ലേ? നിങ്ങൾക്കാർക്കെങ്കിലും ഞാനൊരു കളവ് പറയുമെന്ന് തോന്നിയിരുന്നോ? ഞാൻ കളവ് പറഞ്ഞിരുന്നോ? ഞാനൊരു വാക്ക് ലംഘിച്ചിരുന്നോ? ഞാനൊരു കുടുംബബന്ധം മുറിച്ചിരുന്നോ? ഞാനൊരു അയൽവാസിക്ക് ശല്യം ചെയ്തിരുന്നോ? ഞാൻ ആർക്കെങ്കിലും ഒരു ചെറിയ ശല്യം ചെയ്തിരുന്നോ? ആരോടെങ്കിലും ഒരു അനീതി പ്രവർത്തിച്ചിരുന്നോ? ആർക്കെങ്കിലും എന്റെ ജീവിതം കൊണ്ട് വല്ല പ്രയാസവും ഉണ്ടായിരുന്നോ? ഞാൻ ആരെങ്കിലും ചീത്ത വിളിച്ചിരുന്നോ? തെറി പറഞ്ഞിരുന്നോ? ഞാൻ അവമതിച്ചിരുന്നോ? പരിഹസിച്ചിരുന്നോ? എന്റെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത 40 വർഷത്തെ ജീവിതത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നോ? ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ജീവിച്ചവനല്ലേ? ആ 40 വർഷത്തിനിടയിൽ ഞാൻ വല്ല ഗുരുനാഥന്റെ മുമ്പിലും പോയി എഴുത്ത് പഠിച്ചിരുന്നോ? ഓത്ത് പഠിച്ചിരുന്നോ? ഞാൻ വല്ല അധ്യാപനങ്ങളും ഞാൻ നടത്തിയിരുന്നോ? എനിക്കാരെങ്കിലും ഒരു ക്ലാസ് എടുത്തു തന്നിട്ടുണ്ടോ? ഇതൊന്നുമില്ലെന്നത് നിങ്ങൾക്കറിയാമല്ലോ. അഫലാ തഖിലൂൻ. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അങ്ങനെയൊന്നുമില്ലാത്ത ഞാൻ ഒരു പ്രഭാതത്തിൽ എല്ലാ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാ വിവരമുള്ളവർക്കും വിവരം പറഞ്ഞു കൊടുക്കുന്ന, എല്ലാവർക്കും എല്ലാ വിഷയത്തിലും ഡയറക്ഷൻ നൽകുന്ന, എല്ലാവർക്കും മാതൃക കാണിച്ചു കൊടുക്കുന്ന അതേ ശ്രവണമധുരമായ സാഹിത്യ സമ്പുഷ്ടമായ അതേ ആശയഗാംഭീര്യമുള്ള ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ ഓതിത്തരുമ്പോൾ അതേ ഈ ഖുർആന് പോലെ സാഹിത്യ സമ്പുഷ്ടതയുള്ള ആശയഗാംഭീര്യമുള്ള അതേ ശ്രവണമാധുര്യമുള്ള ഇതുപോലെ കോർവയുള്ള ഒരു ഗ്രന്ഥം പോകട്ടെ, ഒരു ചെറിയ ഇന്നായത്തൈനാക്കൽ കൗസറിന്റെ വലിപ്പത്തിലെങ്കിലും ഒരു സൂറത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? കഴിയുമോ എന്ന് വെല്ലുവിളിച്ചില്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ നിലയ്ക്ക് വളരെ സംശുദ്ധമായ ജീവിതം നയിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബ്, അവിടുത്തെ മനസ്സ് ലോക സൃഷ്ടാവിലേക്ക് നീങ്ങിയ മനസ്സാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പറ്റില്ല. എന്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യണം, എന്റെ റബ്ബിന് ആരാധന നടത്തണം, എന്റെ റബ്ബിന് നന്ദി ചെയ്യണം എന്ന ബോധം കുട്ടിക്കാലം മുതലേ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. അതിനാൽ ആ ഇബാദത്തുകൾ നിർവഹിക്കുന്നതിനിടയിൽ ഹുബ്ബിബ ഇലൈഹിൽ ഖലാഅ്. സഹീഹുൽ ബുഖാരിയിൽ ബാബു കൈഫ കാന ബദ്ഉൽ വഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീന്റെ ആരംഭം എങ്ങനെ എന്ന് പറയുന്ന ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കാണാം. നബി തങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് ഇബാദത്തെടുക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആ വലിയ ഉയരമുള്ള പർവ്വതത്തിന്റെ മേലെ പോയി
ഗുഹയിലിരുന്ന് രാത്രിയും പകലും പടച്ചവനെ ഇബാദത്തെടുക്കുകയാണ് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ്. അങ്ങനെ അവിടെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. നീണ്ട സംഭവമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ആ സംഭവം നടന്നു നിൽക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ഇബാദത്തിൽ മുഴുകി ജീവിക്കുകയായിരുന്നു. എന്നാൽ ആ പർവ്വതത്തിന്റെ മേലെ ഇരുന്ന് ഇബാദത്ത് ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമുള്ള ഭക്ഷണം, ആവശ്യമുള്ള ഒരുക്കം അത് മുഴുവനും ഒരുക്കി കൊടുത്തതും തയ്യാർ ചെയ്തു കൊടുത്തതും സയ്യിദത്തുനാ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയാണ്. ആ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ യുവപ്രായത്തിൽ മുഴുവനും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയല്ലാത്ത വേറെ ഭാര്യമാരാരും ഇല്ല. 50ഓളം വയസ്സുകൾക്ക് ശേഷം മാത്രമാണ് നബിതങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത്. യുവത്വത്തിൽ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാക്കാൻ കഴിയും നബിതങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചത് അവിടുന്ന് കുറെ കാമവികാരം ഉള്ളതുകൊണ്ട് വിവാഹം കഴിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ അത് യുവത്വത്തിലല്ലേ കൂടുതൽ വിവാഹം കഴിക്കേണ്ടത്. ഏത് ബുദ്ധിയുള്ളവരും അത് മനസ്സിലാക്കാൻ കഴിയും. നബിതങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ വിവരിച്ചത് കാണാം. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ, പരിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അത് വിശാലമാണ്. അന്ത്യനാൾ വരെ ജീവിക്കുന്ന സർവ്വജനങ്ങൾക്കും ഇസ്ലാമിന്റെ നിയമങ്ങൾ എത്തിച്ചു കൊടുക്കണം. ആ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഭാര്യയെ എങ്ങനെ സമീപിക്കണം, ഭാര്യയുമായി എങ്ങനെ പെരുമാറണം, ഭാര്യയുമായി എങ്ങനെ സംഗമിക്കണം, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുപോലെ സ്ത്രീകളുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് സംഗതികൾ ഉണ്ട്. നമുക്കറിയാലോ, അവർക്ക് ചിലപ്പോൾ നിസ്കാരം നിർബന്ധമില്ല. അതേപോലെ പല സംഗതികളുമുണ്ട്. ആ കാര്യങ്ങളുടെ എല്ലാ നിയമങ്ങൾ ലോകത്ത് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സ്ത്രീകളുടെയും പ്രകൃതി ഒരുപോലെയല്ല. ചില സ്ത്രീകൾക്ക് മാസത്തിൽ ഒരൊറ്റ ദിവസം മാത്രമേ മെൻസസ് ഉണ്ടാവുകയുള്ളൂ. വേറെ ചില സ്ത്രീകൾക്ക് 3 ദിവസം 4 ദിവസമൊക്കെ ഉണ്ടാകാം. വേറെ ചില സ്ത്രീകൾക്ക്, സാധാരണ അധിക സ്ത്രീകൾക്കും 6 7 ദിവസം ഉണ്ടാകാം. ചില സ്ത്രീകൾക്ക് 15 ദിവസം വരെ മെൻസസ് ഉണ്ടായി എന്ന് വരാം. എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ല. അങ്ങനെ വരുമ്പോൾ എല്ലാ സ്ത്രീകളുടെയും വിഷയങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ പ്രകൃതിയുള്ള വ്യത്യസ്തമായ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിലുള്ള സംഗതികൾ മനസ്സിലാക്കി നിയമം പഠിപ്പിക്കേണ്ടതും പറയേണ്ടതുമുണ്ട്. അങ്ങനെ പറയണമെങ്കിൽ വെറും ഒരു ഭാര്യ മാത്രമുണ്ടായാൽ പോരാ. ഒന്ന്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മനുഷ്യർക്ക് എല്ലാ വിഷയത്തിലുമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ സ്വകാര്യ ജീവിതത്തിലുണ്ടാകുന്ന വിഷയങ്ങൾ പഠിക്കാൻ കൂടുതൽ വിദ്യാർത്ഥികൾ വേണമല്ലോ. ആ വിദ്യാർത്ഥികൾ നബിതങ്ങളുടെ ഭാര്യമാരല്ലാത്ത ഒരു വിദ്യാർത്ഥിക്കും സ്വകാര്യ ജീവിതത്തിലെ വിഷയങ്ങൾ ഒപ്പിയെടുത്ത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് അവിടുത്തേക്ക് കൂടുതൽ ഭാര്യമാർ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അല്ലാഹു തആല അനുവദിച്ചു കൊടുത്തത്. നമുക്കങ്ങനെ ഒരു ഡ്യൂട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം വിവാഹം പാടുള്ളതും അല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖസായിസുകൾ, പ്രത്യേകതകൾ എന്ന നിലക്ക് ധാരാളം പ്രത്യേകതകൾ പലവിധത്തിലുമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു ഹദീസിലുണ്ട്, ഈമാൻ 70-ലധികം ശാഖകളാണ്. അതിലേറ്റവും മേലെയുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലേറ്റവും താഴെ പടിയിലുള്ള ശാഖ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലുള്ള തടസ്സം നീക്കിക്കൊടുക്കലാണ്. അങ്ങനെ ഹദീസിൽ ഉണ്ട്. അതുകൊണ്ട് പറയട്ടെ, KL 14 AE 0727 വണ്ടി ഒന്ന് നീക്കിക്കൊടുക്കണം.
കാരണം നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ പഠിപ്പിക്കാത്ത ഒരു മേഖലയുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. വഴിയിൽ തടസ്സമുണ്ടാക്കാൻ പാടില്ല. അദ്ദേഹം മനഃപൂർവ്വം തടസ്സമുണ്ടാക്കിയ ആളല്ല. അദ്ദേഹം വെച്ച സ്ഥലത്ത് പിന്നീട് വല്ല പ്രയാസവും വന്നിട്ടുണ്ടാകും. അദ്ദേഹം പോയി അത് നീക്കിക്കൊടുക്കണം എന്ന് ആ വണ്ടിയുടെ ഉടമസ്ഥനെ അറിയിക്കുകയാണ്. ഇനി അനൗൺസ്മെന്റുകളൊന്നും ഇവിടെ ഉണ്ടാവുകയില്ല എന്നതും കൂടി അറിയിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതയാണ്. എല്ലാ വിഷയത്തെക്കുറിച്ചും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നും ഒഴിഞ്ഞു പോയിട്ടില്ല. നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദു അബർറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമീ. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഉറൂസ് നടക്കുകയാണ്. ഉറൂസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഉറൂസിന് തെളിവുണ്ടോ? അങ്ങനെയാണല്ലോ ചിലര് അങ്ങനെയാണല്ലോ സംശയം ചോദിക്കുക. സുബ്ഹാനല്ലാഹ്. ഞാൻ കുറ്റ്യാടിയിൽ മുതഅല്ലിമായ കാലത്ത് വഅദ് കേൾക്കാൻ വേണ്ടി പോയി. പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിലെ മുതഅല്ലിമാണ്. അവിടെ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നല്ല യുവാവാണ് അന്നത്തെ കാലത്ത്. ഉസ്താദിന്റെ 2 ദിവസത്തെ വഅദ് കറാമത്തും മജിദത്തുമാണ് വിഷയം. ഞാൻ എന്റെ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരെയും കൂട്ടി ഞങ്ങൾ വഅദ് കേൾക്കാൻ വേണ്ടി ടാക്സിയും കൂട്ടി പോയി. അവിടെ വയലിലിരുന്ന് ഇങ്ങനെ ക്ലാസ് ഉസ്താദിന്റെ പ്രസംഗം കേൾക്കുകയാണ്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഘോരമായ മഴ വന്നു. കുറ്റ്യാടി ഇന്നത്തെ കുറ്റ്യാടി അല്ല. അന്ന് 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒറ്റ പള്ളിയുമില്ല, ഒരൊറ്റ മദ്രസയുമില്ല. അവിടെയുള്ള ജാറൊക്കെ അടിച്ച് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രദേശമാണ് അന്ന്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുറ്റ്യാടി നിറയെ മുസ്ലിയാമാരും തലയെക്കെട്ടുകാരും നിറഞ്ഞു കിടക്കുകയാണ്. അത് സിറാജുൽ ഹുദ അതിന്റെ ശേഷം. ഇത് ഞാൻ പഠിക്കുന്ന കാലത്തുള്ള സംഭവം പറയും. അങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഘോരമായ മഴ വന്നു. മഴ വന്നപ്പോ ആൾക്കാർ എഴുന്നേറ്റ് ഓടാൻ നോക്കുകയാണ്. ഒരു വയലിലാണ്, മുക്കത്ത് തായ വയലിൽ എന്നാ പറയാ. അവിടെയാണ് സുബ്ഹാനല്ലാഹ് ഞാൻ ആ ഇരുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാഹ് ഇപ്പൊ സിറാജുൽ ഹുദന്റെ ഒരു കെട്ടിടമുണ്ട്. അങ്ങനെ അവിടെ വെച്ച് വയൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. മഴ പെയ്തു. ആളുകൾ എഴുന്നേറ്റ് ഓടുമ്പോ ശൈഖുനാ കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ഒരൊറ്റ കുട്ടി ഓടണ്ട, മുഹീദ്ദീൻ ശൈഖിന്റെ ബർക്കത്ത് കൊണ്ട് മഴ പെയ്യൂല. എന്റെ നെഞ്ഞിടിക്കുകയായിരുന്നു. കാരണം അഥവാ ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കൂക്കും കൊണ്ടൊരു കളിയായിരിക്കും ഇവിടെ എന്ന് വിചാരിച്ച് ഞെഞ്ഞിരിക്കുകയായിരുന്നു. അതിന്റെ ഒരു മനക്കരുത്താണ്. അങ്ങനെ പറഞ്ഞു. അൽഹംദുലില്ലാഹ് മഴ അങ്ങനെ തന്നെ നീങ്ങിപ്പോയി. പിന്നെ അതിന്റെ പരിസരങ്ങളിലൊക്കെ അന്ന് മഴ പെയ്തിട്ടുണ്ട്, അവിടെ മാത്രം പെയ്തിട്ടില്ല. ഇരിക്കട്ടെ, അത് പറയലല്ല എന്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് ലാസ്റ്റ് ഉസ്താദിന്റെ കയ്യിൽ കുറെ ചോദ്യങ്ങൾ ഉസ്താദ് വായിച്ച് മറുപടി പറയാൻ. ആ ചോദ്യത്തിൽ ഒരു ചോദ്യം എന്താണെന്നറിയോ? തലേ ദിവസം ഉസ്താദ് പറഞ്ഞിരുന്നു, ചോദ്യം ചോദിക്കുന്നവൻ പേരും ബാപ്പാന്റെ പേരും എഴുതിക്കൊണ്ട് ചോദിക്കണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നവരോട് ഇങ്ങനെ അഡ്രസ് ചോദിക്കാൻ പറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ഉണ്ടോ, ഹദീസിൽ ഉണ്ടോ എന്നാണ് ചോദ്യം. ഉസ്താദ് വളരെ പുഞ്ചിരിയോടുകൂടി സൗമ്യമായി പറഞ്ഞു, ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയം ചോദിക്കാൻ ഹിന്ദ് റളിയല്ലാഹു അൻഹാ വന്നു, സൈനബ് റളിയല്ലാഹു അൻഹാ വന്നു. അങ്ങനെ സൈനബ് ബീവിക്ക് ഉള്ളിൽ കയറി സംശയം ചോദിക്കാൻ കഴിയാതെ വാതിൽ തുറക്കുന്നതും പുറത്ത് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു. അദ്ദേഹത്തോട് 2 സ്ത്രീകൾ, വേറൊരു സ്ത്രീയും കൂടിയുണ്ട്. അങ്ങനെ ആ വന്ന ആളോട് ഇവര് പറഞ്ഞു, നിങ്ങൾ കേറിയാൽ ഇങ്ങനെ സ്ത്രീകൾ പുറത്ത് സംശയം ചോദിക്കാൻ ഇരിക്കുന്നുണ്ട് എന്നൊന്ന് പറയണം. ഒന്ന് സൈനബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പോയി ആ കാര്യം ഉണർത്തി. ഉടനെ റസൂൽ ചോദിച്ചു, അയ്യു സയാനിബി, ഏത് സൈനബയാണ്? ആളെ മനസ്സിലാണോ? അയ്യു സയാനിബി, ഏത് സൈനബയാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന സൈനബയാണ് എന്ന് പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സംശയം ചോദിക്കുന്നവരോട് അവരെ സംബന്ധിച്ച് അഡ്രസ് ചോദിക്കുന്ന പതിവും ഉണ്ട് എന്ന് ഉസ്താദ് അവറുകൾ അന്ന് മറുപടി പറഞ്ഞത് എനിക്ക് ഓർമ്മയിൽ വരികയാണ്. ഈ സംശയം ചോദിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു കൂട്ടറുണ്ടല്ലോ, അവരെ ധാരണ അവര് മുങ്കർ നക്കീറും ആലിമീങ്ങളൊക്കെ ഖബറിലുമാണ് എന്നാണ്. അങ്ങനെ ഒരു ധാരണ വേണ്ട. ആലിമീങ്ങളൊക്കെ ഖബറിൽ കിടന്നിട്ട് ഈ സംശയം ചോദിക്കുന്ന പുത്തൻവാദി മാത്രം സംശയക്കാരൻ, അങ്ങനെ ഒരു ധാരണയൊന്നും ആർക്കും വേണ്ട. പരിശുദ്ധ ഇസ്ലാമിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ
ആലിമീങ്ങളെ അംഗീകാരത്തോടുകൂടി നടക്കുന്ന ഏത് വിഷയങ്ങളുണ്ടോ അതിന് മുഴുവനും ഖുർആനിലും ഹദീസിലും തെളിവുകളുണ്ട്, യാതൊരു സംശയവും ഇല്ല. സുഹൃത്തുക്കളെ, ഇവിടെ ഇപ്പോൾ ഉറൂസ് നടക്കുകയാണ്. അപ്പൊ ചിലർക്ക് സംശയം, കൊല്ലത്തിലൊരു പ്രാവശ്യം അങ്ങനെ ഒരു സിയാറത്തുണ്ടോ? ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് ശുഹദാക്കളുടെ ഖബർ കൊല്ലത്തിലൊരു പ്രാവശ്യം സിയാറത്ത് ചെയ്തിരുന്നു എന്ന്, പ്രത്യേകമായി വർഷത്തിലൊരിക്കൽ സിയാറത്ത് ചെയ്തിരുന്നു എന്ന് നമുക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. തഫ്സീർ റാസിയിൽ കാണാം, വേറെ പല സ്ഥലങ്ങളിലും കാണാം. അപ്പൊ അങ്ങനെയുണ്ട്. ഇനി ഞാൻ പറയട്ടെ, അതേ മരണപ്പെട്ടു പോയവരുടെ പേരിൽ എന്താണ് ഈ ഉറൂസിൽ നടക്കുന്ന കാര്യം? ഉറൂസിൽ നടക്കുന്നത് ഭക്ഷണം കൊടുക്കുക അല്ലേ? ഭക്ഷണം കൊടുക്കില്ലേ? ഭക്ഷണം കൊടുക്കുക. പിന്നെന്താണ്? അതേ ആരുടെ ഉറൂസാണോ നടക്കുന്നത് അവരുടെ മഹത്വം പറയുക. പിന്നെന്താ നടക്കുന്നത്? അവര് പഠിപ്പിച്ച ഒരാശയമുണ്ട്. ഇവിടെ കുമ്പോലിൽ വന്ന് പൂർവകാലത്ത് ദീനീ പ്രവർത്തനം നടത്തിയ അറബി വലിയുള്ള പഠിപ്പിച്ച ഒരാശയമുണ്ട്. ഇവിടെയുള്ള സയ്യിദന്മാര് പഠിപ്പിച്ച ഒരാശയമുണ്ട്. മുൻഗാമികൾ പഠിപ്പിച്ച ആശയമുണ്ട്. ആ ആശയമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. ആ ആശയം ഇവിടെ സ്റ്റേജുകളിൽ വെച്ച് പറയുന്നു. അതേ നേരത്തെ ഞാൻ വരുമ്പോ നിസ്കരിക്കണം എന്നതാണ് പ്രധാനമായി പറയുന്ന കാര്യം. അതേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേ പ്രത്യേകിച്ച് മിഅ്റാജ് നടന്ന മാസമാണ് റജബ് എന്നതുകൊണ്ട് എല്ലാ പണ്ഡിതന്മാരും ഇപ്പോൾ അതേ ഒരു പ്രത്യേകമായി നിസ്കാരത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നു. അതുപോലെ മഹാന്മാരുടെ മഖ്ബറയിൽ വളരെ അദബോടെ ഗുരുത്വത്തോടെ നിന്ന് ഖുർആൻ ഓതുന്നു, എന്നിട്ട് പ്രാർത്ഥന നടത്തുന്നു. അതുപോലെ അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നു, അവരുടെ മഹത്വങ്ങൾ പറയുന്നു. ഇതല്ലേ ഉറൂസുകളിൽ നടക്കുന്നത്. വേറെ ചില ആളുകളുണ്ട്, സുബ്ഹാനല്ലാഹ് നേർച്ച ഉറൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് കുറെ കതിന പൊട്ടിച്ച് എന്നിട്ട് ഉറങ്ങുന്ന കുട്ടികളൊക്കെ ഞെട്ടി തെളിയിച്ച്. അത് അവിടെ മാത്രല്ലട്ടോ, നമ്മളെ ചെറുപ്പക്കാര കുട്ടികൾക്കുണ്ട് ഇപ്പൊ ഒരു വികൃതി. അതെങ്ങനെ? ഒരു അതെ വധുവിന്റെ ഗൃഹത്തിലേക്ക് വരൻ പോകുമ്പോ കുറെ കതിനകൾ പൊട്ടിക്കുകയാണ്. വലിയ സൽക്കർമ്മമാണ് എന്നാണ് അവരുടെ ധാരണ. പക്ഷേ ഉറക്കിക്കിടത്തിയ ചെറിയ കുട്ടി ഞെട്ടി ഉണർന്ന് നിലവിളിക്കുകയാണ്. ആ കുട്ടികളോട് കാരുണ്യം കാണിക്കണ്ടേ യുവാക്കളെ? ആ ചെറിയ മക്കളെ വേദനിപ്പിക്കാൻ പാടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ തൊട്ടടുത്ത വീടുകളിൽ ഈ കതിന പൊട്ടിക്കുന്നതിന്റെ സമീപത്തുള്ള വീടുകളിൽ അതാ പിടിച്ചു കെട്ടിയ കുറെ കന്നുകാലികളുണ്ട്, പശുക്കളുണ്ട്. ആ പശുക്കുട്ടികളും പശുക്കളും നിങ്ങളുടെ കതിന പൊട്ടുന്ന ശബ്ദം കേട്ട് മേൽപോട്ടേക്ക് പേടിച്ച് വിറച്ച് ചാടുകയാണ്. ഈ മൃഗങ്ങളെ ആക്രമിക്കാൻ പാടുണ്ടോ? അവകളെ ഭീതിപ്പെടുത്താൻ പാടുണ്ടോ? പേടിപ്പിക്കാൻ പാടുണ്ടോ? എന്റെ നാട്ടിന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച വലിയൊരു കേസുണ്ടായി. എന്താണ് കേസ്? അതേ വിവാഹം നടക്കുന്ന അതേ വരന്റെ കൂടെ വന്ന ആളുകൾ വലിയ കതിന പൊട്ടിച്ചിട്ട് തൊട്ടടുത്ത വീട്ടിലൊരു ചെറിയ പിഞ്ചു കുഞ്ഞ് പേടിച്ച് വിറച്ച് ആ കുട്ടിക്ക് വലിയ ഹാർട്ടിന് തന്നെ പ്രയാസമായി പോയി. എന്നിട്ട് തലശ്ശേരി ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് പോലീസുകാർ കേസെടുക്കുന്നു. ഇങ്ങനൊരു സാഹചര്യം നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരോട് താഴ്മയോടെ വിനയത്തോടെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നമ്മൾ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചവരാണ്, അള്ളാഹുവിന്റെ റസൂലിനെ പിന്തുടർന്ന് ജീവിക്കേണ്ടവരാണ്. നമുക്ക് അള്ളാഹുവിന്റെ റസൂലിൽ മാതൃകയില്ലാത്ത ഒരു വിഷയവുമില്ല. ഒരിക്കലും തന്നെ സന്തോഷം അതിര് കടക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹദീദ് എന്ന് പറയുന്നൊരു സൂറത്തുണ്ട്. ആ സൂറത്തിൽ പറഞ്ഞ വിഷയം നിങ്ങൾക്കറിയില്ലേ? അതേ മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈ ലാ തസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും. എന്താണ് ആ ആയത്തിൽ പറയുന്നത്? ലോകത്ത് സംഭവിക്കുന്നതെല്ലാം പടച്ചവന്റെ തീരുമാനം അവൻ നടപ്പാക്കുന്നതാണ്. എന്നാൽ അതേ അത് നിങ്ങളെ പഠിപ്പിച്ചത് എന്തിനാണ്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ ടെൻഷൻ അടിക്കണ്ട, നഷ്ടപ്പെട്ടു പോയതിൽ ടെൻഷൻ അടിക്കണ്ട. അള്ളാന്റെ തീരുമാനം നടക്കുകയാണ്. വലാ തഫറഹൂ ബിമാ ആതാകും. അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിങ്ങൾ കവിഞ്ഞ് സന്തോഷം പ്രകടിപ്പിക്കണ്ട, ആഹ്ലാദം പ്രകടിപ്പിക്കണ്ട. നിനക്ക് അതാ ഒരു നല്ല വധുവിനെ അല്ലാഹു തന്നാൽ
ആ വധുവിന്റെ വീട്ടിലേക്ക് വരന്റെ കൂടെ പോകാനുള്ള ആരോഗ്യം നിനക്ക് തന്നാൽ, അതിനുള്ള ശേഷി റബ്ബ് തന്നാൽ, ആ അനുഗ്രഹം ചെയ്ത റബ്ബിന് നന്ദി ചെയ്യുന്നതിന് പകരം തൊട്ടടുത്ത വീടുകളിലുള്ള കന്നുകാലികളെയും അവിടെ കിടക്കുന്ന പാവപ്പെട്ട ചെറിയ പിഞ്ചുമക്കളെയും കിടന്നുറങ്ങാൻ വിടാത്ത വിധം വലിയ വലിയ കതിനകൾ പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അത് നമ്മുടെ ഇസ്ലാമിന് ചേർന്നതല്ല കേട്ടോ. തൃശൂർ പൂരമാണോ? നമുക്ക് ഇസ്ലാമിന്റെ നിയമല്ലേ? തൃശൂർ പൂരത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം അത് നമ്മളെ മതത്തിലുള്ള ആളുകൾ ചെയ്യുന്ന പരിപാടിയല്ലല്ലോ, അതിനെപ്പറ്റി പറയേണ്ടത് ഞാനല്ലല്ലോ. അതേ സമയത്ത് നമ്മുടെ മതത്തിലുള്ള ആളുകളെ ഉപദേശിക്കാനുള്ള ബാധ്യത അത് പണ്ഡിതന്മാർക്കില്ലയോ? ഓ സഹോദരന്മാരെ, ഇതുപോലെ സുബ്ഹാനല്ലാഹ്, ഞാൻ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. ചേറ്റുവ, അതേ തൃശൂർ ജില്ലയിൽ ചാവക്കാടിനടുത്ത് ചേറ്റുവ എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ നേർച്ചാന്നും പറഞ്ഞൊരു പരിപാടി. ആ പരിപാടിക്ക് ഒരു ആനയെ കൊണ്ടുവന്നു. ആ ആന സുബ്ഹാനല്ലാഹ് ഇടഞ്ഞു എന്ന് മാത്രമല്ല, ആന